ശ്രീകൃഷ്ണ ജ്യോതിഷാലയത്തേക്ക് ഏവർക്കും സ്വാഗതം. പുതുവർഷ പിറവിയിലേക്ക് പോവുകയാണ്. അതായത് 1201 ആണ്ടിലേക്ക് കടന്നു. 1200 കഴിഞ്ഞു, 1201 ആണ്ടിലേക്ക് കടന്നിരിക്കുകയാണ്. അപ്പോൾ പുതുവർഷം പിറക്കുന്നത് 2025 ആഗസ്റ്റ് 17 തീയതിയാണ്. ഞായറാഴ്ച ദിവസം ഉദയത്തിന് മുമ്പ് 11 നാഴികയ്ക്ക്, അതായത് പുലർച്ചെ 1:55 പുതുവർഷം പിറക്കുന്നത്. കാർത്തിക നക്ഷത്രത്തിലാണ് പുതുവർഷം വരുന്നത്. കാർത്തിക നക്ഷത്രം ഇടവക്കൂറിലാണ് പുതുവർഷം വരുന്നത്. അതുപോലെ തന്നെ അന്നേക്ക് വരുന്ന ലഗ്നം, ഉദയ ലഗ്നം എന്ന് പറയുന്നത് ഇടവലഗ്നമാണ്. ഇടവലഗ്ന സമുച്ചയത്തിൽ ചിങ്ങരവി സംക്രമം, ചിങ്ങ രാശിയിലേക്ക് രവി പ്രവേശിക്കുക എന്നാണ്, സൂര്യൻ പ്രവേശിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പൊ ചിങ്ങരവി സംക്രമം, ചിങ്ങമാസം പിറക്കുന്നു, പുതുവർഷം പിറക്കുന്നു. അങ്ങനെയുള്ള സമയത്ത് ചിന്തിക്കുമ്പോൾ ലഗ്നം വരുന്നത് ഇടവ ലഗ്നം തന്നെയാണ്. ലഗ്നത്തിന്റെ 2ാം ഭാവത്തിൽ വ്യാഴം തെളിഞ്ഞു നിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ ലഗ്നാധിപൻ തന്നെ ധനകുടുംബ സ്ഥാനമായ 2ാം ഭാവത്തിൽ നിൽക്കുന്നത് നല്ലത് തന്നെയാണ്. 3ാം ഭാവത്തിൽ ബുധൻ, 4ാം ഭാവത്തിൽ സൂര്യനും കേതുവും, 5ാം ഭാവത്തിൽ ചൊവ്വ, 10ൽ രാഹു, 11ൽ ശനിയാണ് നിൽക്കുന്നത്. അപ്പോൾ ശനിയും വ്യാഴവും അനുകൂല സ്ഥാനത്ത് നിൽക്കുന്നത് അത് വളരെ ഉചിതപരമായിട്ടുള്ള ഒരു തന്നെയാണ്. അപ്പോൾ മലയാള വർഷപ്പിറപ്പ് ഏകദേശം ഭൂമിയുള്ള കാലം, ഭൂമിയിൽ ജീവിക്കുന്ന ജീവജാലങ്ങൾ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം വളരെ ഗുണകരമായിട്ടുള്ള ഒരു കാലം തന്നെയാണ്. നമ്മൾക്ക് ഓരോ രാശികൾക്ക് എങ്ങനെയുണ്ടാവും കുറവുകൾക്കാണെങ്കിൽ, അതായത് പുണർത്തിന്റെ അവസാനത്തെ കാൽഭാഗവും പൂയവും ആയില്യം കൂടി ചേരുന്ന കർക്കിടക കൂറുകാർക്ക് ചിങ്ങമാസ പിറവിയിൽ, പുതുവർഷ പിറവിയിൽ എന്തായാലും കഴിഞ്ഞ വർഷത്തേക്കാൾ കുറച്ചൊരു അനുകൂല വർഷവരമായിരിക്കും കർക്കിടക കൂറുകാർക്ക് വരുന്നത്. അതായത് ഭാഗ്യവശാൽ ചില ഗുണാനുഭവങ്ങൾ വന്നു ചേരുവാനുള്ള സാധ്യതയുണ്ട്. സ്ഥാനഭ്രംശം ഉറപ്പായിട്ടും വരുവാനുള്ള സാധ്യതയുണ്ട്. സ്ഥാനഭ്രംശം എന്ന് വെച്ചാൽ തൊഴിലിൽ സ്ഥാനഭ്രംശം ആവശ്യപ്പെടുന്നവർക്കും അഥവാ പെട്ടെന്ന് സ്ഥലമാറ്റം വരുവാനുള്ള സാധ്യതയും, ചിലപ്പോൾ തൊഴിലൊക്കെ ചില മന്ദഗതിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന തൊഴിലൊക്കെ സ്തംഭനാവസ്ഥയിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ തൊഴിൽ മേഖല വളരെ ശ്രദ്ധിക്കണം എന്നാണ് പറയുന്നത്. സ്ഥാനഭ്രംശം എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഗൃഹ അന്തരീക്ഷത്തിൽ നിന്നും സ്ഥാനഭ്രംശം വരുവാനുള്ള സാധ്യതയുണ്ട്. അതേസമയത്ത് കുടുംബ സംബന്ധമായിട്ടുള്ള ഐക്യത തൃപ്തികരമായിരിക്കും. മനസമാധാനം കിട്ടും. വിദ്യാഭ്യാസ സംബന്ധമായിട്ടുള്ള യോഗ്യത വിദ്യാർത്ഥികൾക്ക് കിട്ടും. അധ്യാപകരും വിദ്യാർത്ഥികളും തമ്മിൽ ഐക്യത ഉണ്ടാവും. വിദേശ സംബന്ധമായിട്ട് ജോലി ചെയ്യുന്നവർക്കെല്ലാം കുറച്ച് തടസ്സങ്ങളുണ്ട്. വിദേശ സംബന്ധമായിട്ടുള്ള ജോലിക്ക് പോകാനായിട്ട് അതിനായി ചെയ്യേണ്ട വഴിപാട് എന്താണെന്ന് വെച്ച് പറഞ്ഞാൽ വ്യാഴത്തിന് മഹാവിഷ്ണുവിൽ യഥാസമയം വ്യാഴാഴ്ച വ്രതമെടുത്ത് ഭക്തിപൂർവ്വം നമസ്കരിച്ച് വിഷ്ണു സഹസ്രനാമം ജപം ചെയ്ത് കഴിഞ്ഞു പറഞ്ഞാൽ ദോഷങ്ങൾ മാറി കിട്ടുവാനുള്ള സാധ്യതയുണ്ട്. എന്നിരുന്നാലും ആത്മധൈര്യവും മനോധൈര്യവും കൈവിടാതെ പ്രവർത്തിച്ചുകൊണ്ടേ ഇരിക്കും എന്ന് പറയാം. ചില ദോഷപ്പെട്ട മാസങ്ങൾ ഇവർക്ക് ഇടയിൽ കയറി വരുന്നത് മൂലം ചില മാസങ്ങൾ ചിലപ്പോൾ ദുഷ്ടകരമായിട്ടുള്ളതും അതുപോലെ ദോഷകരമായിട്ടുള്ള മാസങ്ങൾ വരുവാനുള്ള സാധ്യതയുണ്ട്. ആ മാസങ്ങൾ ശ്രദ്ധാപൂർവ്വം കൈകാര്യം ചെയ്യണം. ആ മാസങ്ങൾ ഏതൊക്കെയാണെന്നുള്ളത് പിന്നീടുള്ള വീഡിയോയിൽ ഞാൻ മാസഫലം ഇടുന്നതിൽ പറയുന്നതാണ്. അത് കാരണം കൊണ്ട് തന്നെ കർക്കിടകൂറുകാർക്ക് ഗുണദോഷ മിശ്രപരമായിട്ടുള്ള സമയമായിട്ടാണ് പുതുവർഷ പിറവി കാണുന്നത്. എന്നിരുന്നാലും തളരാതെ പോകും എന്ന് തന്നെ പറയാം. തളരാതെ വീഴാതെ പോകാനുള്ള ഒരു പ്രായച്ചിത്തം കർക്കിടകൂറുകാർ കാണുന്നുണ്ട് എന്ന് തന്നെ പറയാം. അപ്പോൾ പുതുവർഷ പിറവിയിൽ താളം തെറ്റാതെയുള്ള നടത്തത്തിനാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്. അപ്പോൾ താളം തെറ്റുകയാണെങ്കിൽ താളത്തിനനുസരിച്ച് നമ്മൾ ബുദ്ധിയും ശക്തിയും പ്രയോഗിച്ച് അവനവന്റെ ബുദ്ധിക്ക് അനുസരിച്ച് പ്രവർത്തിക്കുക എന്നാണ് പറയുന്നത്. മറ്റുള്ളവരുടെ ബുദ്ധി ഉപയോഗിച്ച് പ്രവർത്തിക്കുന്നത് മൂലം ചിലപ്പോൾ നമുക്ക് നാശനഷ്ടങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ കർക്കിടക കൂറുകാർക്ക് ഗുണദോഷ മിശ്രപരമായിട്ടുള്ള വർഷമായിരിക്കും. പ്രത്യേകിച്ച് എടുത്തു പറയാനുള്ള കാര്യം, കർക്കിടക കൂറുകാർക്ക് ചില വ്യക്തികൾക്ക് പറഞ്ഞാൽ ചില മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് ഗുണാനുഭവങ്ങൾ ഉണ്ടാവും. ഉദാഹരണം പറയുകയാണെങ്കിൽ ജലരാശിയിൽ പ്രവർത്തിക്കുന്നവർക്ക്, ജലരാശി പറഞ്ഞാൽ വെള്ളം സംബന്ധമായിട്ട്, അതായത് വാട്ടർ സപ്ലൈ അല്ലെങ്കിൽ ഷിപ്പ് കപ്പലിൽ പ്രവർത്തിക്കുന്നവർക്ക്, അതുപോലെ കടലോര മീൻ പിടുത്തക്കാർ, അങ്ങനെ കടലോര സംബന്ധമായിട്ട് മീൻ കച്ചവടക്കാർ, ഫിഷിംഗ് സംബന്ധമായിട്ടുള്ള ബോട്ട് നിർമ്മാണക്കാർ, അങ്ങനെയുള്ള കടലുമായിട്ടും ജലങ്ങളുമായിട്ടും മറ്റ് യോജിച്ചു കഴിയുന്നവർക്ക് വളരെ ഗുണാനുഭവങ്ങൾ സംഭവിക്കും എന്നുള്ളതിൽ യാതൊരുവിധ സംശയമില്ല. അതുപോലെ തന്നെയാണ് ഇലക്ട്രോണിക് സംബന്ധമായിട്ടുള്ള വർക്ക് ചെയ്യുന്നവർക്കും ഇലക്ട്രിക് സംബന്ധമായിട്ട് വർക്ക് ചെയ്യുന്നവർക്കും ഗുണാനുഭവങ്ങൾ ഉണ്ടാവും. സ്വർണ്ണാഭരണ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും മെക്കാനിക്കൽ സംബന്ധമായിട്ടുള്ള, സ്റ്റീൽ സംബന്ധമായിട്ട്, ഇരുമ്പ് സംബന്ധമായിട്ടുള്ള മേഖലയിൽ പ്രവർത്തിക്കുന്നത് കുറച്ച് ഡൗൺ ആണ് കാണുന്നത്. അങ്ങനെയുള്ളൊരു സംഭവം ഇതിൽ എടുത്തു പറയേണ്ട കാര്യമുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ഈ വർഷത്തിന്റെ പോക്ക്. നമസ്കാരം.